Hi friends, good day. Welcome to Best PSC. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSCയുടെ കമ്പ്യൂട്ടർ സയൻസ് പോർഷനിലെ നയൻത്ത് പാർട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അതിൻ്റെ ആ ഒരു പോർഷൻ ക്ലാസ്സും ആ പോർഷനിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഫോർത്ത് മൊഡ്യൂള് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾക്ക് പറയാനുള്ളത്. അതൊരു ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് മൊഡ്യൂള് നമ്പർ സിസ്റ്റം, അതിൻ്റെ കൺവേർഷൻസും. അപ്പം ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ കൊമേഴ്സുകാർക്കുള്ള. അപ്പോൾ അതിൽ ചാപ്റ്റർ 1 ഫസ്റ്റ് പോർഷൻ ഫണ്ടമെൻ്റൽ കമ്പ്യൂട്ടേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പോർഷന് നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് പോർഷനായിട്ട് നമ്പർ സിസ്റ്റം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഞാൻ പ്രോബ്ലം സ്ട്രാറ്റജീസിൻ്റെ ക്ലാസ് ഇടാം. നാളെ തന്നെ ഞാൻ മറ്റേ സെക്കൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലേലിസ്റ്റിൽ ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ സിസ്റ്റം 2 തവണ റിപ്പീറ്റ് ചെയ്തിടേണ്ട വിചാരിച്ചിട്ടാണ് ഞാനത് +1-കാരുടെ അതിലാണ് ഇടുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ടും ഭയങ്കര ഡീപ്പായിട്ടും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിൻ്റെ ക്ലാസ് ഇടുമ്പം അതിൽ ആ പ്ലേലിസ്റ്റിൽ നിന്ന് നമ്പർ സിസ്റ്റത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്പർ സിസ്റ്റം എന്നുള്ള സെക്കൻഡ് മൊഡ്യൂളിന് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞതിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഞാനത് +1-കാരുടെ പ്ലേലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ലിങ്ക് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാനത് അപ്ലോഡ് ചെയ്ത ശേഷം ഫോർത്ത് മൊഡ്യൂൾ പറയുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് തരാം. ഇനി നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്ലേലിസ്റ്റിൽ നമ്പർ സിസ്റ്റം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ സിസ്റ്റം നിങ്ങൾ അതിന്ന് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡാറ്റ അക്വിസിഷൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, എന്താണ് ഡാറ്റ അക്വിസിഷൻ? ഡാറ്റ അക്വിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സാമ്പിളിംഗ് സിഗ്നൽസ് ദാറ്റ് മെഷർ റിയൽ വേൾഡ് ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് കൺവേർട്ടിംഗ് ദ റിസൾട്ടിംഗ് സാമ്പിൾസ് ഇൻ ടു ഡിജിറ്റൽ ന്യൂമറിക് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒന്നും മനസ്സിലായി കാണില്ല, ഒന്നുമില്ല. ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഓഫ് സാമ്പിളിംഗ് സിഗ്നൽസ് ആണ്. അതായത് സാമ്പിളിംഗ് സിഗ്നൽസിൻ്റെ പ്രോസസ്സ് എന്ത് സാമ്പിളിംഗ് സിഗ്നൽസ് ദാറ്റ് മെഷർ റിയൽ വേൾഡ് ഫിസിക്കൽ കണ്ടീഷൻസ്. അതായത് എന്താണ് റിയൽ വേൾഡ്? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സറൗണ്ടിങ്സിലെ ഫിസിക്കൽ കണ്ടീഷൻസ്. എന്താ നമ്മുടെ സറൗണ്ടിങ്സിലെ ഫിസിക്കൽ കണ്ടീഷൻസ്? എന്താവാം? ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ടെമ്പറേച്ചറോ പ്രഷറോ ഫോഴ്സോ അങ്ങനെയുള്ള ഏതൊരു ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള അതിനെ എന്താക്കി മാറ്റുന്നു? സാമ്പിളിംഗ് സിഗ്നൽസ് ആക്കി മാറ്റുന്നു. ആ സാമ്പിളിംഗ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു? കൺവേർട്ടിംഗ് ദ റിസൾട്ടിംഗ് സാമ്പിൾസ്. അതിനെ റിസൾട്ടിംഗ് സാമ്പിൾസ് സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യും? ഡിജിറ്റൽ ന്യൂമറിക് വാല്യൂസ് ആയിട്ട്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ വാല്യൂസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. അപ്പം നമുക്കറിയാം ഡിജിറ്റൽ ഡാറ്റേഴ്സിനെ മാത്രമേ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഡിജിറ്റൽ കമ്പ്യൂട്ടർക്ക് ഡിജിറ്റൽ ഡാറ്റ കൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സറൗണ്ടിങ്സിലെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ മെഷർ ചെയ്തിട്ട് അതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് സാമ്പിളിംഗ് സിഗ്നൽസ് ആക്കി എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റൽ വാല്യൂസ് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടർക്ക് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ബേസിലുള്ള ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചർ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു സെൻസർ പോലെയുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് റെക്കോർഡ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പൾസസ് സിഗ്നൽസ് ആക്കുന്നു. ആ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ അക്വിസിഷൻ്റെ ഷോർട്ട് ഫോം പറയുന്നത് ഡാസ് അല്ലെങ്കിൽ ഡാക്, DAS ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഓർ DAQ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. ഡാറ്റ അക്വിസിഷൻ ഇത് രണ്ടും
ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവേർട്ട് അനലോഗ് വേവ് ഫോംസ് ഇൻടു ഡിജിറ്റൽ വാല്യൂസ്. അനലോഗിനെ ഡിജിറ്റൽ വാല്യൂ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. എന്താണ് ഫസ്റ്റ്? ഫിസിക്കൽ സിസ്റ്റം. ഫിസിക്കൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പാരാമീറ്റേഴ്സ്. അത് ഏതാവാം? ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, മോഷൻ ആവാം, ഫ്ലോ ആവാം, ഫോഴ്സ് ആവാം, എന്താണോ അത് എങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കും? ട്രാൻസ്ഡ്യൂസർ സെൻസർ, അതായത് ഒരു സെൻസർ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എന്താക്കുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി എടുക്കുന്നു. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എടുക്കുന്ന സമയത്ത് അതിൽ നോയ്സും കൂടെ പെട്ടിട്ടുണ്ടാകും. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ സിഗ്നൽ കണ്ടീഷനിങ്. ആ സിഗ്നൽസിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നോയ്സസ് എല്ലാം റിമൂവ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് മോഡുലേറ്റ് ചെയ്ത് ക്വാളിറ്റിയുള്ള സിഗ്നൽസ് ആക്കി എടുക്കും. ആ ക്വാളിറ്റി സിഗ്നൽസിനെ A/D, എന്താണ്, അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർക്ക് കൊടുക്കുന്നത്. അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്ത് ചെയ്യും? ആ സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയിട്ട് ഡിജിറ്റൽ വാല്യൂസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സിസ്റ്റത്തിന് കൊടുക്കും. അപ്പം സിസ്റ്റത്തിന് ആ ഡിജിറ്റൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ബൈനറി വാല്യൂസ് ആവും. അത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കും. ഇതാണ് ബേസിക് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി അതിൽ മെയിൻ പാർട്ടായിട്ട് ഉള്ളതൊന്ന് സെൻസർ, സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടറി, പിന്നെ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പോൾ സെൻസേഴ്സ് എന്താ ചെയ്യുന്നത്? ടു കൺവേർട്ട് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ലെവൽ, ലെങ്ത്, ഫോഴ്സ്, വോൾട്ടേജ്, കറണ്ട്, ഈ ഭാഗം ലെങ്ത്, ഇവയെല്ലാം എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് വെച്ചാൽ വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, പൾസസ്, ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫോമുക്ക് എന്തിനെ മാറ്റും? ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഫോഴ്സ്, ഈ വക ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ പാരാമീറ്റേഴ്സാണ്. ഈ ഫിസിക്കൽ വാല്യൂസുകളെ വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, പൾസസ് പോലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ്ക്ക് കൺവേർട്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ പണി, ട്രാൻസ്ഡ്യൂസറിൻ്റെ. അത് എടുത്ത് ആ സിഗ്നൽസ് ആക്കി എടുത്ത ശേഷം സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടറി എന്ത് ചെയ്യും? ആ സിഗ്നൽസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതിൽ നിന്ന് നോയ്സ് റിമൂവ് ചെയ്യും. അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ട് നല്ല ക്വാളിറ്റി സിഗ്നൽസ് കിട്ടും. ആ സിഗ്നൽസിനെ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നല്ല ഡിജിറ്റൽ വാല്യൂസ്, കണ്ടീഷൻഡ് സിഗ്നൽസിനെ ഡിജിറ്റൽ വാല്യൂസ്ക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, കമ്പ്യൂട്ടറിൻ്റെ ബേസിൽ ഈ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം റൈറ്റ് ചെയ്യുന്നത് പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട്. അപ്പം ഡാറ്റ അക്വിസിഷൻ ആപ്ലിക്കേഷൻസ് ആർ യൂഷ്വലി കൺട്രോൾഡ് ബൈ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഡെവലപ്ഡ് യൂസിങ് വേരിയസ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജസും, ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസ്, അതിൽ അസംബ്ലി ലാംഗ്വേജ്, ബേസിക്, പിന്നെ ജാവ, C++ഉം എല്ലാം, വിഷ്വൽ ബേസിക്, ഈ വക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും യൂസ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇനി സ്റ്റാൻഡ് അലോൺ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഓഫൺ കാൾഡ് ഡാറ്റ ലോഗേഴ്സ്. സ്റ്റാൻഡ് അലോൺ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിനെ ഡാറ്റ ലോഗേഴ്സ് എന്ന് പറയും. എന്ന് സ്റ്റാൻഡ് അലോൺ ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ ലോഗേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് ദാറ്റ് റെക്കോർഡ്സ് ഡാറ്റ ഓവർ ടൈം ഓർ ഇൻ റിലേഷൻ ടു ലൊക്കേഷൻ ഐദർ വിത്ത് എ ബിൽറ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ സെൻസേഴ്സ്. അതായത് ബിൽറ്റിൻ ആയിട്ടുള്ള സെൻസേഴ്സ് അടക്കം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഒരു ചെറിയൊരു ഡിവൈസ്, അതിൽ സെൻസറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ പാരാമീറ്റേഴ്സിനെല്ലാം സെൻസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ സെൻസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ആ ട്രാൻസ്ഡ്യൂസറിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും ഈ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സും കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിന്, അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റെക്കോർഡ്സ് ഡാറ്റ ഓവർ ടൈം ഓർ ഇൻ റിലേഷൻ ടു ലൊക്കേഷൻ ഐദർ വിത്ത് എ ബിൽറ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ സെൻസേഴ്സ്. അതായത് ബിൽറ്റിനായിട്ടൊരു സെൻസേഴ്സ് ബിൽറ്റ് ചെയ്തിട്ടുള്ള, അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസിനെയാണ് സ്റ്റാൻഡ് അലോൺ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ ഡാറ്റ ലോഗേഴ്സ് എന്നും വിളിക്കും.
നെക്സ്റ്റ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം 2 ടൈപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് സിംഗിൾ ചാനൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഉണ്ട്, രണ്ടാമത്തേത് മൾട്ടി ചാനൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. സിംഗിൾ ചാനൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ എന്താണ്, കൺസിസ്റ്റ് ഓഫ് എ സിഗ്നൽ കണ്ടീഷണർ ഫോളോഡ് ബൈ ആൻ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ പെർഫോമിംഗ് റിപ്പിറ്റേറ്റീവ് കൺവേർഷൻസ് അറ്റ് ഫ്രീ റണ്ണിങ് ഇന്റേർണലി ഡിറ്റർമൈൻഡ് റേറ്റ്. ഇത്രയും കാര്യമായിട്ടൊന്നും നോക്കണ്ട, ഈ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നമ്മൾ തിയറി എക്സാമിനല്ല പോകുന്നത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. അപ്പോൾ 2 ടൈപ്സ് ഉണ്ടെന്ന് മാത്രം ഓർത്തിരിക്കുക. ഒന്ന് സിംഗിൾ ചാനൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റവും മൾട്ടി ചാനലും. സിംഗിൾ ചാനൽ ആകുമ്പോൾ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഒരൊറ്റ സിഗ്നൽസിനായിരിക്കും, ഒറ്റൊരു ചാനലിലായിരിക്കും പോകുന്നുണ്ടാവുക, ഒറ്റൊരു ചാനലാണ് അതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വരുന്നത്. ഇനി മൾട്ടി ചാനലിൻ്റെ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് നോക്ക്, എന്നിട്ട് മൾട്ടി ചാനൽ നോക്കും. മൾട്ടി ചാനലിൽ 1 2 3 4 4, അതായത് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ഡാറ്റാസ് ആണ് കൺവേർട്ടർക്ക് വരുന്നത്. മറ്റേതാകുമ്പോൾ ഒരു സിംഗിൾ ഡാറ്റയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ സിംഗിളും മൾട്ടിയും ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ്, മറ്റൊന്നും ഓർക്കണ്ട. 2 ടൈപ്സ് ഉണ്ട്, സിംഗിൾ ചാനലും മൾട്ടി ചാനലും. ഇനി ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കാണാപ്പാടാണ്. കൺവേർട്ടിംഗ് ടു അനലോഗ് ടു ഡിജിറ്റൽ. ഓപ്ഷൻ എ കൺവേർട്ടിംഗ് ടു അനലോഗ് ടു ഡിജിറ്റൽ, ഇതാണ് ആൻസർ. അത് ബാക്കി ഓപ്ഷൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. A/D അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നൽസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ അക്വിസിഷൻ സിസ്റ്റം ആർ യൂസ്ഡ് വെൻ. ഡിജിറ്റൽ അക്വിസിഷൻ സിസ്റ്റം, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം അല്ല, ഡിജിറ്റൽ അക്വിസിഷൻ സിസ്റ്റം അത് യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന്. ഓപ്ഷൻ എ ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ, ഓപ്ഷൻ ബി ബാൻഡ് വിഡ്ത്ത് ഈസ് മീഡിയം, ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത് ഈസ് 0, ഓപ്ഷൻ ഡി ബാൻഡ് വിഡ്ത്ത് ഈസ് ലോ. അപ്പോൾ ഡിജിറ്റൽ അക്വിസിഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ബാൻഡ് വിഡ്ത്ത് ലോ ആവുമ്പോഴാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡിജിറ്റൽ അക്വിസിഷൻ സിസ്റ്റം ആർ യൂസ്ഡ് വെൻ ബാൻഡ് വിഡ്ത്ത് ഈസ് ലോ. Third question, transducer is used to convert a dash, a physical quantity into an electrical signal. Option B, electrical signal to physical quantity. Option C, physical quantity into a mechanical quantity. Option D, physical quantity into a chemical quantity. Transducer അഥവാ സെൻസർ യൂസ് ചെയ്യുന്ന എന്തിനാ, ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ, ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഓപ്ഷൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ, ഇതാണ് ട്രാൻസ്ഡ്യൂസർ അഥവാ സെൻസർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഡ്യൂസർ പ്രൊഡ്യൂസസ് എ ഡാഷ്. ട്രാൻസ്ഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രൊപ്പോർഷണൽ കറന്റ്, പ്രൊപ്പോർഷണൽ വോൾട്ടേജ്, പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ്, പ്രൊപ്പോർഷണൽ പവർ. പാരാമീറ്റേഴ്സിന്, ഫിസിക്കൽ പാരാമീറ്റേഴ്സിന് ട്രാൻസ്ഡ്യൂസർ സെൻസർ സെൻസ് ചെയ്ത ശേഷം ട്രാൻസ്ഡ്യൂസർ അത് എന്താക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ആക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസർ പ്രൊഡ്യൂസസ് പ്രൊപ്പോർഷണൽ വോൾട്ടേജ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെൻസേഴ്സ് പ്രൊഡ്യൂസ് ഫ്രീക്വൻസി വിച്ച് ഈസ് കൗണ്ടഡ് ബൈ ഡാഷ്. Sensors produce frequency which is counted by a chemical counter, mechanical counter, an electronic counter, a basic counter. Answer is C, an electronic counter. Sensor produce frequency which is counted by electronic counter ആണ്, കാരണം ഇലക്ട്രോണിക് സിഗ്നൽസ് ആണ് കൺവേർട്ട് ഇലക്ട്രോണിക് പൾസസ് ആക്കിയാണ് മാറ്റുന്നത്. അതുകൊണ്ട് ഇലക്ട്രോണിക് കൗണ്ടർ ആണ് സെൻസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, സിഗ്നൽ കണ്ടീഷണർ ഈസ് യൂസ്ഡ് ഫോർ. സിഗ്നൽ കണ്ടീഷണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്വാളിറ്റി ഉള്ള സിഗ്നൽസ് ആക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ സിഗ്നൽസിൻ്റെ ക്വാളിറ്റീനെ. അപ്പോൾ ആൻസർ നോക്കാം. ഓപ്ഷൻ എ അറ്റന്യൂവേറ്റിംഗ് ദ വോൾട്ടേജ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, ഓപ്ഷൻ സി കീപ്പിംഗ് ദ വോൾട്ടേജ് 0, ഓപ്ഷൻ ഡി ബൂസ്റ്റിംഗ് ദ വോൾട്ടേജ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബൂസ്റ്റിംഗ് ദ വോൾട്ടേജ്. സിഗ്നൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു, ആംപ്ലിഫൈ ചെയ്യാൻ, മോഡുലേറ്റ് ചെയ്യാൻ, സിഗ്നലിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൂസ്റ്റിംഗ് ദ വോൾട്ടേജ്. ആൻസർ ഓപ്ഷൻ ഡി. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ക്യാപ്ചേർഡ് യൂസിങ്. അതായത് ഔട്ട്പുട്ട് സിഗ്നൽ ക്യാപ്ചർ ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിലാണ്. ഓപ്ഷൻ എ CRO, ഓപ്ഷൻ ബി പ്ലോട്ടർ, ഓപ്ഷൻ സി റെക്കോർഡർ, ഓപ്ഷൻ ഡി വോൾട്ട് മീറ്റർ. ആൻസർ ഈസ് സി, റെക്കോർഡർ. റെക്കോർഡർ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് സിഗ്നൽസിനെ
ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽസിനെ ക്യാപ്ചർ ചെയ്യുന്നത് യൂസിങ് റെക്കോർഡർ. 8th question, വാട്ട് ഈസ് എ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം? ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്താണ്? ഓപ്ഷൻ എ, സിസ്റ്റം യൂസ്ഡ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്, കൺവേർഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഓപ്ഷൻ ബി, ആക്സെപ്റ്റ്സ് ഡാറ്റ ആസ് ആൻ ഇൻപുട്ട്. ഓപ്ഷൻ സി, റിമൂവ്സ് നോയ്സ്. ഓപ്ഷൻ ഡി, ബൂസ്റ്റ് ദ സിഗ്നൽസ്. ഇതിൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. സിസ്റ്റം യൂസ്ഡ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്, കൺവേർഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പം ഡാറ്റ പ്രോസസ്സിങ്ങിന് കൺവേർഷനും ട്രാൻസ്മിഷനും വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഏത്? ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. ഇനി ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡാഷ് വേസ്. എത്ര വേസിൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നത്? 2 വേസിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 10 വേസ്, 8 വേസ്, 4 വേസ്, 2 വേസ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2 വേസ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെഷർ ആൻഡ് റെക്കോർഡ് ദ സിഗ്നൽസ് ഇൻ 2 വേസ്. 1 കറണ്ട് വോൾട്ടേജ്, 2 പ്രഷർ ടെമ്പറേച്ചർ. അതായത് ഒന്നുമില്ലെങ്കിൽ കറണ്ട് വോൾട്ടേജ് പോലുള്ള ഇലക്ട്രോണിക് പാരാമീറ്റേഴ്സ് ആയിട്ട്, അതല്ലെങ്കിൽ പ്രഷർ ടെമ്പറേച്ചർ പോലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട്. ഈ 2 രീതിയിലാണ് ഏത് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു. എത്ര ടൈപ്സ് ആയിട്ടാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതും 2 ടൈപ്സ് ആയിട്ടാണ്. 2 വേസിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 ടൈപ്സ് ആയിട്ടാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു സിംഗിൾ ചാനൽ ടൈപ്പും ഉണ്ട്, മൾട്ടി ചാനൽ ടൈപ്പും ഉണ്ട്. ഇനി 11th question, എ ടൈപ്പിക്കൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡാഷ്. OP amps, sensors, rectifiers, transistors. ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? സെൻസേഴ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 12th question, the data acquisition system implies input data collection. Answer option in mixed signal form, in analog form, in digital form, in the form of binary codes. Data acquisition സിസ്റ്റത്തിലെ ഇംപ്ലൈസ് ഇൻപുട്ട് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡിജിറ്റൽ ഫോമിലാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻ ഡിജിറ്റൽ ഫോം. ദ ഡാറ്റ acquisition system implies input data collection in digital form. Last question, a data acquisition system provides dash. Partial communication, ineffective communication, effective communication, complete communication. അപ്പോൾ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ചെയ്യുന്നത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഡാറ്റ അക്വിസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്? ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ 4th മൊഡ്യൂളും കൂടെ ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്പർ സിസ്റ്റം ഞാൻ പറഞ്ഞ പോലെ തന്നെ +1 പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷന് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്ന 4th മൊഡ്യൂളിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്ക്. അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് 4 മൊഡ്യൂളും ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ തുടങ്ങി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് വിട്ടിട്ട് ബാക്കിയുള്ള സിവിലും ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ അങ്ങനെയുള്ള ട്രേഡ് കൂടെ ഒന്ന് ഓടിച്ചു പോകാം. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കാം. അതിനുള്ള സമയം കിട്ടും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.